ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ തെരുവ് നാടകം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഈ സിനിമയാണെങ്കിലും ഭയങ്കര സോഷ്യലി റെലവെന്റ് ആയ ടോപ്പിക്സ് എടുത്തിട്ടാ ചെയ്യാറ്. അപ്പൊ നമ്മുടെ സമൂഹത്തിന് നമ്മൾക്കുള്ളൊരു ഒബ്ലിഗേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ കഥ. അതെ അതെ, ഞാൻ ഈ അനീതിക്കെതിരെ, മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ, ഇപ്പോഴും മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ ഞങ്ങൾ തെരുവ് നാടകം അവതരിപ്പിക്കാൻ കുടുംബം നടന്ന്, ഞാൻ ഒറ്റയാൾ നാടകമായിട്ട് 675 സ്കൂളുകളിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി വണ്ടി ഓടിച്ച് കേരളത്തിൽ പിന്നെ വയനാടും കാസർഗോഡ് ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലെയും സ്കൂളുകളിൽ കോളേജുകളിൽ നാടകം നടത്തിയ ആളാണ് ഞാൻ 10 വർഷത്തിന് മുമ്പ്. ഒറ്റയ്ക്ക് പോയി. അങ്ങനെ നാടകത്തോട് വലിയ ക്രേസാണ്. അതിനിടയ്ക്കാണ് ഞാൻ ഈ സിനിമ എടുക്കുകയും ഈ സിനിമയ്ക്കകത്ത് എൻ്റെ ഉദ്ദേശം ഒരു നല്ല മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ആ മെസ്സേജാണ് എൻ്റെ ലക്ഷ്യം. അത് എത്ര പേര് സ്വീകരിക്കുന്നോ കാണുന്നല്ല എൻ്റെ ലക്ഷ്യം, സമൂഹത്തിന് മെസ്സേജ് കൊടുക്കുക. അല്ലാതെ ഞാൻ സമ്പാദിച്ചുകൊണ്ട് രക്ഷപ്പെട്ടുകൊണ്ട് ഒന്നുമില്ല. എൻ്റെ മക്കൾ 2 പേരുണ്ട്. അവരുടേതായ ജീവിത ത്തിനുള്ള മാർഗം ഞാൻ നേടിക്കൊടുത്ത് അവരവരുടേതായി ജീവിക്കുന്നു. ഞങ്ങൾ 2 പേരും ഞങ്ങളുടേതായ വഴിക്ക് കലയിലൂടെ ജീവിക്കുന്നു. അവർക്കൊന്നും ഞാൻ കൊടുക്കേണ്ട പെൻഷനിൽ നിന്ന് അവർ എനിക്ക് അവർക്ക് എന്നെ സഹായിക്കുന്നുണ്ട്. ഈ സിനിമ എടുക്കുന്നതിന് എൻ്റെ ഭാര്യയുടെയും മകളുടെയും മരുമകന്റെയും ഒക്കെ ഗോൾഡൊക്കെ കൊണ്ടുവന്ന് ബാങ്കിൽ ഇരിക്കുകയാണ്. അങ്ങനെയാണ് ഈ സിനിമ എടുത്തത്. ഫുൾ ഫാമിലി തന്നെ നമുക്ക് ഒരുമിച്ച് സപ്പോർട്ട് ഇട്ടാന്ന് പറയുമ്പോ തന്നെ വലിയൊരു കാര്യം. സത്യസന്ധമായ കുടുംബജീവിതം നയിക്കുന്നവന് ഫാമിലി എപ്പോഴും കൂടെ ഉണ്ടായി. കലാരംഗത്ത് പലർക്കും പറ്റുന്നത് സത്യസന്ധമായ കുടുംബജീവിതമാണ്. അതില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനല്ല. ഞങ്ങളെല്ലാം ഫ്രീ ആണ്. ഞങ്ങളെല്ലാം അത് നിങ്ങളുടെ ഒരു ഒത്തൊരുമ കാണുമ്പോ തന്നെ സാറ് പറയുന്നത് പലതും ഭാവന പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് സംഭവിച്ചത്. അതിനൊരു വലിയ കാര്യമാണ്. അച്ഛന്റെ ആ ഒരു ബുദ്ധിമുട്ട്. ചേട്ടനും നല്ല സപ്പോർട്ടാണ്. ചേട്ടൻ വന്നിട്ടില്ലെങ്കിലും ചേട്ടൻ മെഡിക്കൽ ഷോപ്പാണ്. അപ്പം ചേട്ടനും സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലാതെ മെന്റൽ സപ്പോർട്ടും എല്ലാം ഈ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ചേട്ടനും നേരത്തെ കലാപ്രതിഭയൊക്കെ ആയിട്ടുള്ള ആളാണ്. ജിതിൻ ശ്യാം എന്ന പേര്, ജിതിൻ ശ്യാം കൃഷ്ണ. അപ്പൊ നമ്മളിവിടെ ഇല്ലെങ്കിലും ഭാഗമാണ്. ഇപ്പൊ ഈ സിനിമ ആണെങ്കിലും വെഞ്ഞാറമ്മൂട് ആ കേസായിട്ട് ആ ഒരു ബന്ധമല്ല. ഈ വെഞ്ഞാറമ്മൂട് കഥയൊന്നുമായിട്ട് ഇത് യാതൊരു ബന്ധവുമില്ല. മനുഷ്യൻ എന്തുകൊണ്ട് ചെറുപ്പക്കാർ കൊലപാതകത്തിലേക്ക് നയിക്കുന്നു, പെറ്റ അമ്മയെപ്പോലും കൊല്ലാൻ മനുഷ്യൻ എന്തുകൊണ്ട് സഹായിക്കുന്നു, അതിന്റെ ഗ്രാസ് റൂട്ട് കണ്ടെത്തലാണ് ഈ സിനിമ. അത് സിനിമ കാണണം. അത് അപ്പോഴേ മനസ്സിലാവും എന്താണ് അതിന്റെ ഗ്രാസ് റൂട്ട്. പെട്ടെന്ന് കാണുമ്പോ അതൊന്നും അല്ല, അങ്ങനെ സംഭവമല്ലേ. അപ്പൊ നമ്മുടെ സിനിമ 6th ഫെബ്രുവരി റിലീസ് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു ചെറിയ സിനിമ എടുത്ത് അത് എല്ലാവരും പോയി തിയേറ്ററിൽ പോയി തന്നെ പോയി കാണണം എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമല്ല, ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്ത ഈ ചാനലുകാർക്കും ഞങ്ങളുടെ നന്ദി പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തും. താങ്ക് യു സോ മച്ച്. എനിക്കത് തന്നെ പറയാനുള്ളു. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. നല്ലൊരു മെസ്സേജ് ഉണ്ട്. അങ്ങ് വലിയ പടമാണെന്ന് നമ്മളൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷെ എങ്കിലും നല്ല, ഇതിനകത്ത് നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന അജാസ്, പിന്നെ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്ന സാന്ദ്ര. അപ്പം ഇവര് 2 പേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ ഞങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ ഉള്ള കുറെ കഥാപാത്രങ്ങളും. അപ്പം അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാവുന്ന എല്ലാം റൊമാൻസും സ്റ്റണ്ടും എല്ലാം ഉള്ള ഒരു നല്ലൊരു കുടുംബചിത്രമായിരിക്കും. അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയി കാണാൻ. അപ്പൊ മാമിന് എന്താ പറയാ? എല്ലാവരും കണ്ട അഭിപ്രായം പറയട്ടെ. നല്ലൊരു സിനിമയായി തീരുമെന്നാണ് പ്രതീക്ഷ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അധികം സംസാരിച്ചില്ല, നമ്മള് സിനിമയിലൂടെ നെട്ടിക്കും എന്നാണല്ലേ. അപ്പോ സിനിമ വിജയകരമായിട്ടെന്ന് ആശംസിക്കുന്നു. നിങ്ങളും ഇതേപോലെ ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരു കുടുംബമാണ്. നിങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.